ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണല്ലേ? കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഫ്ലോപ്പായി പോയ കേബിൾ കാരെ നമുക്ക് അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഇന്ന് പോകണം ഗേസ്. അല്ലെങ്കിൽ തന്നെ കാശ്മീർ വരെ വന്നിട്ട് കേബിൾ കാർ കയറാതെ നമ്മൾ എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകും? നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളമുള്ള കേബിൾ കാറിലാണ്. എല്ലാവർക്കും നല്ല അരങ്ങിയിരിക്കണം ഗായ്സ്. നമ്മളിപ്പോൾ നേരെ പോയി ഇറങ്ങാൻ വന്നത് ഫസ്റ്റ് ഫേസിലോട്ടാണ്. അവിടെ നിന്ന് സെക്കൻഡ് ഫേസിലോട്ട് അടുത്തൊരു കേബിൾ കാറും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് ഏറ്റവും വലിയ കേബിൾ കാർ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് സെക്കൻഡ് ഫേസിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ താഴെ നിന്ന് വന്നപ്പോൾ ഇത്ര മഞ്ഞൊന്നും കണ്ടില്ല. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് കുറേ മഞ്ഞ് നമ്മൾ കണ്ട് ഗൈസ്. നമ്മുടെ കേബിൾ കാറിനകത്ത് ഒരു പട്ടാൾക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ പൊക്കോണ്ടിരുന്നതിൻ്റെ അകത്ത് വലിയൊരു VIP ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ കൂടെ കയറിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിരുന്ന് കാണുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, എനിക്കൊക്കെ എന്താ സ്വർക്കം കണ്ട ഫീലായിരുന്നു. നമ്മളെ നേരെ കൊണ്ട് ചാടിച്ചത് ഫുള്ള് മഞ്ഞിലോട്ട്. ആ വ്യൂ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് അറിയത്തില്ല ഗൈസ്. സാധാരണ നല്ല തണുപ്പുള്ള സീസണാണ്. ഇവിടെയൊക്കെ വന്നാൽ നമ്മൾ ശ്വാസം മുട്ടി ഒരു വഴിയാവും. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് അത്ര തണുപ്പില്ലായിരുന്നു. തലയുടെ തൊട്ട് മുകളിലായിരുന്നു സൂര്യൻ. കണ്ണാടി ഉരിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണൊക്കെ അടിച്ചു പോകുന്ന വെയിൽ. പക്ഷേ എൻ്റെ കണ്ണാടി പൊട്ടിയോണ്ട് ഞാൻ മാത്രം കണ്ണാടി വെക്കാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് മോളി വലിഞ്ഞേറും. പിന്നെ താഴോട്ട് ടൂർന്നവരും ഇത് തന്നെയായിരുന്നു പണി. ഞാൻ എത്ര ടൂർന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൂട്ടിയൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ അകത്ത് ഫ്രൂട്ടി ഒഴിച്ച് തിന്നോക്കി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഫീൽ. അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ മഞ്ഞിലൊക്കെ കളിച്ചിട്ട് തിരിച്ച് നമ്മൾ വന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ കുറേ മഞ്ഞ് വരയിട്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു കുപ്പിക്കകത്ത് മഞ്ഞൊക്കെ നിറച്ചു. കുറേ നേരം അത് അലിക്കാതിരുന്നെങ്കിലും ഞങ്ങൾ റൂമെത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അത് വെള്ളമായി പോയി ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.